മൈ ഡിയർ സ്റ്റുഡൻസ്, +1 ബോട്ടണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അതിനകത്ത് മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ ഈ കിങ്ഡംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്ലാന്റേയും അനിമാലിയും ആണ്. അപ്പോൾ അതിൽ പ്ലാന്റേ എന്ന് പറയുന്ന ഒരു കിങ്ഡം ഒരു എൻറ്റയർ ചാപ്റ്ററായിട്ട് സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് അതിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ നമ്മളിവിടെ നിന്ന് ജസ്റ്റ് നോക്കി പോകുന്നുള്ളൂ. അപ്പോൾ ജനറൽ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് they are eukaryotic and chlorophyll containing organisms, so they can perform photosynthesis. Okay, then cell covered with cell wall. Cell wall ഉണ്ട്, and the cell wall made up of cellulose. Okay, cell wall ഉണ്ട്, cell wall made up of cellulose. Then cells have large vacuole. Cytoplasm consists of large vacuole. Plant cellൻ്റെ 80% അത് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ കാണുന്നത് വലിയ വാക്യൂൾസ് ആണ്. ദെൻ ദേ ആർ ഇൻകേപ്പബിൾ ഓഫ് ലോക്കോമോഷൻ, ചലിക്കാൻ കഴിവില്ല. ഇനി നമ്മൾ പറഞ്ഞു ഓൾ ദ മെമ്പേഴ്സ് ആർ ഫോട്ടോസിന്തറ്റിക്, ഓട്ടോട്രോഫിക് എന്നൊക്കെ പറഞ്ഞു. ബട്ട് ദർ ആർ സം മെമ്പേഴ്സ് വിച്ച് ആർ പാർഷ്യൽ ഹെറ്ററോട്രോഫ്സ്. ഓക്കെ, ഓട്ടോട്രോഫിക് അല്ലാത്ത അല്ലെങ്കിൽ കംപ്ലീറ്റ് ഓട്ടോട്രോഫിക് അല്ലാത്ത കുറച്ച് മെമ്പേഴ്സും കൂടെ ഉണ്ട്, പാർഷ്യൽ ഹെറ്ററോട്രോഫ്സ് എന്ന് പറയാം. അതിനകത്ത് വരുന്ന കാറ്റഗറീസ് ആണ് പാരസൈറ്റിക് പ്ലാന്റ്സ് ആൻഡ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. നിങ്ങൾക്ക് ഫെമിലിയറായ ടേംസ് ആണ് ഇതൊക്കെ, പാരസൈറ്റിക് പ്ലാന്റ്സ് ആൻഡ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. പാരസൈറ്റിക് പ്ലാന്റ് എക്സാമ്പിൾ കസ്ക്യൂട്ട, ലൊറാന്തസ്, ഇത്തിൾക്കണ്ണി പോലുള്ള പ്ലാന്റ്സ്, ലൊറാന്തസ്, കസ്ക്യൂട്ട പോലുള്ള പ്ലാന്റ്സ്. അതുപോലെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ബ്ലാഡർ വേർഡ്, വീനസ് ഫ്ലൈ ട്രാപ്പ്, നെപ്പന്തസ് ഓർ പിക്ചർ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സ്. അപ്പോൾ പാരസൈറ്റിക് പ്ലാന്റ്സ് ഫുഡിന് വേണ്ടി അവരുടെ ഹോസ്റ്റ് പ്ലാന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതുപോലെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് അവർക്ക് ഫുഡിന് വേണ്ടി അല്ലെങ്കിൽ നൈട്രോജിനസ് കോമ്പൗണ്ട്സിന് വേണ്ടി ദേ ട്രാപ്പ് ഇൻസെക്ട്സ്. ഓക്കെ, ഇൻസെക്ട്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇൻസെക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ് ബ്ലാഡർ വേർട്ട് അല്ലെങ്കിൽ യൂട്രിക്കുലേറിയ എന്ന് പറയും, ദെൻ വീനസ് ഫ്ലൈ ട്രാപ്പ്, അതുപോലെ നെപ്പന്തസ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ഒക്കെ. ഇതൊക്കെ കുറച്ച് അട്രാക്റ്റീവായ പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിൻ്റെ പിക്ചേഴ്സാണ്. അതുപോലെ ദീസ് ആർ സം പാരസൈറ്റ്സ്. നമ്മൾ റഫ്ലീഷ്യ പ്ലാന്റൊക്കെ അതിനകത്ത് കാണാം. നെക്സ്റ്റ് കിങ്ഡം പ്ലാന്റയുടെ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്ലാന്റയുടെ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്നത് ആൽഗയാണ്, ദെൻ ബ്രയോഫൈറ്റ്സ്, ടെറഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. ഇങ്ങനെ 5 ഗ്രൂപ്പാക്കിയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു എൻറ്റയർ ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. സോ പ്ലാന്റേ ഡിവൈഡഡ് ഇൻ ടു, ജസ്റ്റ് നിങ്ങൾ ആ പേരുകൾ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറഡോഫൈറ്റ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേം. ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. ഇത് പ്രിമിറ്റീവ് ടു അഡ്വാൻസ്ഡ് എന്നുള്ള ഫോമിലാണ്. ഹയർ പ്ലാന്റ്സ് വരുന്നത് ലാസ്റ്റ് ഗ്രൂപ്പ് ആയ ജിംനോസ്പേംസിലും ആൻജിയോസ്പേംസിലുമാണ്. അപ്പം നമ്മൾ ആ ഓർഡർ തന്നെ ഫോളോ ചെയ്ത് പഠിച്ചോളണം. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടൊരു പിക്ചർ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇനി പ്ലാന്റയുടെ ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ, കിങ്ഡം പ്ലാന്റ്സിൽ വരുന്ന മെമ്പേഴ്സിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് 2 ഫേസസ് ആ ലൈഫ് സൈക്കിളിനകത്ത് കാണാൻ പറ്റും. ഒന്ന് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസും, രണ്ടാമത്തത് ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ഫേസും. അപ്പോൾ ഈ 2 ഫേസും ഒന്നിനോടൊന്ന് ആൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് കാണുക. ദീസ് 2 phases alternate with each other in the life cycle. This phenomenon is called alternation of generation. ഒരുപക്ഷെ നിങ്ങൾക്കിത് ഫസ്റ്റ് കേൾക്കുമ്പോൾ മനസ്സിലാവുണ്ടാവില്ല. നമ്മൾ ഓരോ ആൽഗെ മുതൽ ഇങ്ങോട്ട് ഓരോന്നിൻ്റെയും ലൈഫ് സൈക്കിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡിപ്ലോയിഡ് ആയ സ്പോറോഫൈറ്റിക് ഫേസ് ഫോം ചെയ്യും, അതിൽ നിന്നാണ് ഹാപ്ലോയിഡ് ആയ ഗെമറ്റോഫൈറ്റിക് ഫേസ് ഉണ്ടാവുക. ഇങ്ങനെ ഒരു ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഫേസസും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് വരും. Okay, this phenomenon is called alternation of generation. Then sporophytic phase എന്ന് പറയുന്നത് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് ആണ്. അതുപോലെ ഗാമറ്റോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത് ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് ആണ്. ഇങ്ങനെ 2 ഫേസ് ഒരു പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിളിനകത്ത് കാണാം. അതേത് ബ്രയോഫൈറ്റ് നോക്കിയാലും ടെറിഡോഫൈറ്റ് നോക്കിയാലും ജിംനോസ്പേമിനകത്തും ആൻജിയോസ്പേമിനകത്തും ഒക്കെ കാണാം. പക്ഷേ ഓരോ ഫേസിൻ്റെയും ഡ്യൂറേഷന് മാറ്റം ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കിങ്ഡം ആനിമാലിയാണ്. കിങ്ഡം ആനിമാലി പറഞ്ഞ പോലെ തന്നെ ഒരു എൻറ്റയർ ചാപ്റ്ററായിട്ട് നിങ്ങൾക്ക് സുവോളജിയിൽ പഠിക്കാനുണ്ട്.
അപ്പം ഇവിടെ വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഒരു വലിയൊരു കിങ്ഡമാണ് കിങ്ഡം ആനിമാലിയ. അതിൻ്റെ ബേസിക്കായ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രം നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കി പോവാം. ദേ ആർ യുകാരിയോട്ടിക്, മൾട്ടി സെല്ലുലാർ, ദെൻ ഹെട്രോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ഇല്ല, ഹെട്രോട്രോഫിക് ആണ്. അതായത് ഫുഡിന് വേണ്ടി ബാക്കിയുള്ള ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെൻ സെൽ വോൾ എന്നുള്ള ഒരു പാർട്ട് ഇല്ല സെല്ലിന്. സെൽ വിത്തൗട്ട് സെൽ വോൾ ആണ്. സെല്ലിൻ്റെ ഔട്ടർമോസ്റ്റ് ബൗണ്ടറി നോക്കുകയാണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ആണുള്ളത്. അതുപോലെ ന്യൂട്രീഷൻ ഹോളോസോയിക് ന്യൂട്രീഷനാണ്. ദെൻ ഈ ആനിമൽസിൽ ഹയർ ആനിമൽസിലൊക്കെയും തന്നെ ഒരു വെൽ ഡെവലപ്ഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. അതുപോലെ ദേ ആർ കേപ്പബിൾ ഓഫ് ലോക്കോമോഷൻ, ദെൻ ദേ ഹാവ് ന്യൂറോമോട്ടോർ മെക്കാനിസം, സെൻസറി മെക്കാനിസം ഉണ്ട്. അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് ഉള്ളൊരു കിങ്ഡമാണ് കിങ്ഡം ആനിമാലിയ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിലേക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് ഓർഗാനിസംസ് ഉണ്ട്. അവയാണ് അതിലൊന്നാണ് വൈറസ് എന്നുള്ളത് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓർഗാനിസമാണ്. അപ്പോൾ കുറച്ച് ഓർഗാനിസത്തിൻ്റെ പിക്ചേഴ്സൊക്കെ നിങ്ങളിവിടെ കാണുന്നുണ്ട്. ദെൻ വൈറസിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് നോക്കാം. ദേ ആർ അസെല്ലുലാർ ഓർഗാനിസംസ്. വാട്ട് ഈസ് മീൻ ബൈ അസെല്ലുലാർ? ദേ നോട്ട് ഈവൻ ഹാവ് എ സെൽ. ഒരു സെല്ല് പോലും ഇല്ലാത്ത, അതായത് ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ പോലും ഇല്ലാത്ത അത്രയും സിമ്പിളായ ഒരു ബോഡി ഓർഗനൈസേഷനുള്ള ഒരു ഓർഗാനിസമാണ്. ദെൻ ദേ ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. ദാറ്റ് ഈസ് ദേ ക്യാൻ ലീഡ് ഓൺലി പാരസൈറ്റിക് ലൈഫ്. വേറൊരു ലൈഫ് അതിനില്ല. വേറെ ഒരു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അതിനെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ദെൻ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് എ ലിവിങ് സെൽ. ഒരു ലിവിങ് സെല്ലിനെ പുറത്ത് അല്ലെങ്കിൽ ലിവിങ് സിസ്റ്റത്തിലല്ല എങ്കിൽ ദേ ബിഹേവ് ആസ് നോൺ ലിവിങ് മെറ്റീരിയൽ പോലെ ബിഹേവ് ചെയ്യും. വെൻ ദേ എൻ്റർ ഇൻ എ ലിവിങ് സെൽ ദേ ഷോ ലൈഫ് ആക്ടിവിറ്റി. ദേ ഷെയർ ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. നോക്കൂ, ലിവിങ് സെല്ലിനകത്താണെങ്കിൽ അത് ലിവിങ് ക്യാരക്ടേഴ്സ് കാണിക്കും, ലൈഫ് ആക്ടിവിറ്റി കാണിക്കും. പക്ഷേ അതൊരു നോൺ ലിവിങ് മെറ്റീരിയലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ദേ ബിഹേവ് ആസ് ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഒരു നോൺ ലിവിങ് മെറ്റീരിയൽ പോലെ തന്നെ ബിഹേവ് ചെയ്യും. പക്ഷേ നമുക്കറിയാം വൈറസ് എന്നുള്ളത് പാത്തോജനിക് ആണ്, ഡിസീസ് ഉണ്ടാക്കുന്ന ഓർഗാനിസമാണ്. ഇപ്പോൾ ആനിമൽസിലും പ്ലാന്റ്സിലും ഹ്യൂമൻ ബീയിങ്സിലും ഒരുപാട് ഡിസീസ് ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ആണ് വൈറസസ്. സോ അതുകൊണ്ട് തന്നെ വൈറസസ് ചില്ലറക്കാരല്ല. ഓക്കെ, ദെൻ അതിൻ്റെ ഡിസ്കവറിയാണ് 1982 റഷ്യൻ ബയോളജിസ്റ്റായ ഇവാനോവ്സ്കിയാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു ഓർഗാനിസത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നത്. ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് കോസ്ഡ് ബൈ ഓർഗാനിസം സ്മോളർ ദാൻ ബാക്ടീരിയ. ഹി ഷോഡ് ദാറ്റ് അദ്ദേഹം ഒരു ഡിസീസ് ഫൈൻഡ് ഔട്ട് ചെയ്തു ടൊബാക്കോ പ്ലാന്റിൽ, കോൾഡ് ടൊബാക്കോ മൊസൈക്ക് ഡിസീസ്. അതിനകത്ത് ആ ഡിസീസിന് റെസ്പോൺസിബിളായ പാത്തോജൻ ഐഡൻറ്റിഫൈ ചെയ്തു. പാത്തോജൻ അനലൈസ് ചെയ്തപ്പം അവർക്ക് മനസ്സിലായത് എന്തായിരുന്നു? ദീസ് ആർ മൈക്രോ ഓർഗാനിസംസ് സ്മോളർ ദാൻ ബാക്ടീരിയ. ബാക്ടീരിയക്കാണെങ്കിൽ ഒരു സെല്ലുണ്ടാവും അല്ലേ, ഒരു സെല്ലുണ്ടാവും, അതിനകത്ത് കുറച്ച് കമ്പോണൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു സെല്ല് പോലും ഇല്ലാത്ത സ്മോളർ ഓർഗാനിസംസ്, ബാക്ടീരിയക്കായും സ്മോളറായ ഓർഗാനിസംസ് ആണ് ഈ ഒരു ഡിസീസ് ഉണ്ടാക്കിയത് എന്ന് ഇവാനോവ്സ്കി 1892 ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ 1898 MW ബെയ്ജറിനെക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് demonstrated that the extract of the infected plant could cause infection in ഹെൽത്തി പ്ലാന്റ്. അതായത് ഇൻഫെക്റ്റഡ് പ്ലാന്റിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് ഹെൽത്തി പ്ലാന്റിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. ഒരു ഇൻഫെക്റ്റഡ് പ്ലാന്റിൽ നിന്നും ഹെൽത്തി പ്ലാന്റിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. സോ ഹീ കോൾഡ് ദ ഫ്ലൂയിഡ് ആസ് കണ്ടാഞ്ചിയം വിവം ഫ്ലൂയിഡം എന്ന് പറഞ്ഞു. കണ്ടാഞ്ചിയം വിവം ഫ്ലൂയിഡം അതിൻ്റെ മീനിങ് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്നാണ്. ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. ഓക്കെ, MW ബെയ്ജറിനെക് in 1898 demonstrated that the extract of the infected plant could cause infection in healthy plants. അതുകൊണ്ട് തന്നെ അത് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്ന് മീനിങ് വരുന്ന കണ്ടാഞ്ചിയം വിവം ഫ്ലൂയിഡം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ സയൻറ്റിസ്റ്റുകളുടെ പേരൊക്കെ ജസ്റ്റ് നന്നായിട്ട് ഓർത്ത് വെക്കുക. 2-3 പേരുകളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ വൈറസിൻ്റെ സ്ട്രക്ചറും ഒക്കെ ഒന്ന് ജസ്റ്റ് ചെറിയൊരു അക്കൗണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു പാർട്ടിൽ ഉള്ളൂ. വൈറസ് എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിൽ ഇഷ്ടംപോലെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഇഷ്ടംപോലുള്ളൊരു ഓർഗാനിസമാണ്. കോമൺ ഫ്ലൂ അടക്കം വൈറസാണ് ഉണ്ടാക്കുന്നത്.
ദെൻ അനദർ സയൻറ്റിസ്റ്റ് WM സ്റ്റാൻലി, ഇവരൊന്നും ഇങ്ങോട്ടും മാറിപ്പോവരുത്. WM സ്റ്റാൻലി ക്രിസ്റ്റലൈസ്ഡ് ദ വൈറസ്, ക്രിസ്റ്റലൈസ് ചെയ്തു വൈറസിനെ. എന്തിനു വേണ്ടി? അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഹീ ഫൗണ്ട് ദാറ്റ് the virus consists of mainly of protein and nucleic acid. അപ്പോൾ വൈറസിൻ്റെ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രോട്ടീന്, പിന്നെ കാണുന്നത് ന്യൂക്ലിക് ആസിഡ്. സോ WM സ്റ്റാൻലി ഐഡൻറ്റിഫൈഡ് ദാറ്റ് ദ ബോഡി ഓഫ് ദ വൈറസ് കണ്ടെയ്ൻ പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അപ്പോൾ വൈറസിൻ്റെ സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെയിൻലി പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഐദർ DNA ഓർ RNA. DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആവാം, RNA ഡബിൾ സ്റ്റാൻഡേർഡോ സിംഗിൾ സ്റ്റാൻഡേർഡോ ഒക്കെ ആവാം. അത് ഓരോ വൈറസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനകത്ത് ചേഞ്ച് വരും. ഇനി വൈറസസ് ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും അടങ്ങിയതായതുകൊണ്ട് തന്നെ വൈറസസ് ആർ ഇൻഫെക്ഷ്യസ് ന്യൂക്ലിയോ പ്രോട്ടീൻസ് എന്ന് നമുക്ക് ഏറ്റവും ഷോർട്ടാക്കി പറയാം. ഇൻഫെക്ഷ്യസ് ന്യൂക്ലിയോ പ്രോട്ടീൻസ്. ആൻഡ് ദ പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഈസ് ഇൻ ദ ഫോം ഓഫ് എ കോട്ട്. ഈ പ്രോട്ടീൻ കോട്ടിനെയാണ് ക്യാപ്സിഡ് എന്ന് പറയുക. ഓക്കെ, ക്യാപ്സിഡിന് പല ഷേപ്പും പല രൂപവും ഭാവവും ഒക്കെ ഉണ്ട്. ദെൻ ക്യാപ്സിഡ് ഫോംഡ് ഓഫ് സെവറൽ ക്യാപ്സോമിയേഴ്സ്. ക്യാപ്സിഡിൻ്റെ മോണോമേഴ്സിനെയാണ് ക്യാപ്സോമിയേഴ്സ് എന്ന് പറയുക. കുറേ ക്യാപ്സോമിയേഴ്സ് ചേർന്നിട്ടാണ് ഒരു എൻറ്റിയർ പ്രോട്ടീൻ കോട്ടായ ക്യാപ്സിഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ന്യൂക്ലിക് ആസിഡ് ഐദർ DNA ഓർ RNA. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുകിൽ DNA ആയിരിക്കും അല്ലെങ്കിൽ RNA, രണ്ടും കൂടെ ഒരുമിച്ചുണ്ടാവില്ല. ഏതെങ്കിലും ഒരു ടൈപ്പ് ന്യൂക്ലിക് ആസിഡാണ് ഉണ്ടാവുക. അപ്പോൾ വൈറസസിനെ ഏറ്റവും ഷോർട്ടാക്കിയിട്ട് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് വൈറസസ് ആർ ഇൻഫെക്ഷ്യസ് ന്യൂക്ലിയോ പ്രോട്ടീൻസ്. ന്യൂക്ലിക് ആസിഡ് പ്ലസ് പ്രോട്ടീൻ, ഇൻഫെക്ഷ്യസ് ന്യൂക്ലിയോ പ്രോട്ടീൻസ്. ദ പ്രോട്ടീൻ കോട്ട് ഈസ് കോൾഡ് ക്യാപ്സിഡ് ഫോംഡ് ഓഫ് സെവറൽ മോണോമേഴ്സ് ക്യാപ്സോമിയേഴ്സ്. ഓക്കെ, ദെൻ ന്യൂക്ലിക് ആസിഡ് ഐദർ DNA ഓർ RNA. ഒരുമിച്ചുണ്ടാവില്ല, ഒന്നുകിൽ DNA ഉണ്ടാവും അല്ലെങ്കിൽ RNA ഉണ്ടാവും. ഇപ്പോൾ വൈറസസ് പല ടൈപ്പ് വൈറസസ് ഉണ്ട്, ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പിക്ചേഴ്സൊക്കെ കാണുന്നുണ്ട്. ആദ്യം ബാക്ടീരിയോഫേജ്, ദെൻ ടൊബാക്കോ മൊസൈക്ക് വൈറസിനെ കണ്ടു. ഇത് ബാക്ടീരിയോഫേജ് ആണ്. അപ്പോൾ അതിനകത്ത് ക്യാപ്സിഡ്, അതുപോലെ അതിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ കാണാം. ക്യാപ്സിഡ്, ടെയിൽ ഫൈബേഴ്സ്, അതുപോലെ കോളർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു വൈറസിൻ്റെ പിക്ചറാണ്. അങ്ങനെ വൈറസിന് പ്രോട്ടീൻ കോട്ടേ ഉള്ളൂ എങ്കിലും ഒരുപാട് ഷേപ്പുകളും സൈസുകളും ഒക്കെ ഉണ്ട്. ദെൻ വൈറസസ് ആർ ഓഫ് 3 types: plant viruses, animal viruses and bacteriophages. 3 ടൈപ്പ് വൈറസസ് ആണുള്ളത്. പ്ലാന്റ് വൈറസ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, വൈറസ് ദാറ്റ് അറ്റാക്ക് പ്ലാന്റ് സെൽ. ഓക്കെ, ആനിമൽ വൈറസസ് വിച്ച് അറ്റാക്ക് ആനിമൽ സെൽ. ദെൻ വാട്ട് ഈസ് ബാക്ടീരിയോഫേജസ്? ബാക്ടീരിയോഫേജസ് ആർ വൈറസസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെയാണ് ബാക്ടീരിയോഫേജസ് എന്ന് പറയുക. പ്ലാന്റ് വൈറസസ് ആർ വൈറസസ് വിച്ച് അറ്റാക്ക് പ്ലാന്റ് സെൽസ്. ആനിമൽ വൈറസസ് attack animal cells. Bacteriophages means viruses which attack ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് ബാക്ടീരിയൻ്റെ മെഷീനറി യൂസ് ചെയ്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും. ഒരുപാട് വൈറസ് കുഞ്ഞുങ്ങൾ ഫോം ചെയ്യും. അവസാനം ബാക്ടീരിയയുടെ സെല്ല് പൊട്ടും. സെൽ ലൈസിസ് ഒക്കർ ആൻഡ് ഓൾ ദ വൈറസ് വിൽ കം ഔട്ട് ആൻഡ് വിച്ച് എൻഡ് ഇൻ ഡെത്ത് ഓഫ് ദ ബാക്ടീരിയ ചത്തു പോവാണ് അവസാനം ചെയ്യുക. അങ്ങനെ ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളുണ്ട്, ബാക്ടീരിയോഫേജസ്. ഇപ്പോൾ വൈറസിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ വന്നിട്ട് ഏത് സെല്ലിനെ അല്ലെങ്കിൽ ഏത് ഓർഗാനിസത്തിനാണ് അത് അറ്റാക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ക്ലാസിഫിക്കേഷൻ കേട്ടോ. വൈറസിൻ്റെ വേറെ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസും ടൈപ്സ് ഓഫ് വൈറസസും ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഇതേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഏത് സെല്ലിനെയാണ് അല്ലെങ്കിൽ ഏത് ഓർഗാനിസത്തിനാണ് അത് അറ്റാക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ തന്നെ RNA വൈറസ്, DNA വൈറസ് എന്നൊക്കെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്തെടുക്കാം. ലിസൺ. പ്ലാന്റ് വൈറസ് യൂഷ്വലി അതിൻ്റെ ന്യൂക്ലിക് ആസിഡ് സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. പ്ലാന്റ് വൈറസസിൽ ന്യൂക്ലിക് ആസിഡ് സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ് വൈറസിനെ RNA വൈറസസ് എന്നും പറയാം. അതുപോലെ ആനിമൽ വൈറസിലാണ് ഒരുപാട് ഡൈവേഴ്സിറ്റി കാണുന്നത്. ആനിമൽ വൈറസസിന് അതിൻ്റെ ന്യൂക്ലിക് ആസിഡായിട്ട് ഐദർ സിംഗിൾ സ്ട്രാൻഡഡ് ഓർ ഡബിൾ സ്ട്രാൻഡഡ് RNA ഓർ ഡബിൾ സ്ട്രാൻഡഡ് DNA
ഇതിലേതെങ്കിലുമൊക്കെ ആവാം. അത്രയും ഡൈവേഴ്സിറ്റി അതിനകത്ത് വരുന്നുണ്ട്. ആനിമൽ വൈറസിൽ ഒന്നുകിൽ സിംഗിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവാം, അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവാം, അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA ആവാം. അപ്പോൾ പ്ലാന്റ് വൈറസ് ആണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയ വൈറസ്. അതിന് റീസണും ഒന്ന് ഇത് തന്നെയാണ്, അതിൻ്റെ ജനറ്റിക് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡിലുള്ള വേരിയേഷൻ തന്നെയാണ്. ദെൻ ബാക്ടീരിയോഫേജസ് അല്ലെങ്കിൽ ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിൽ നോർമലി കാണുന്നത് ന്യൂക്ലിക് ആസിഡായിട്ട് കാണുന്നത് ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. ഓക്കെ, അപ്പോൾ അതിനെ DNA വൈറസ് എന്നും പറയാം. ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ് കാണുക ബാക്ടീരിയോഫേജസിൽ. ബാക്ടീരിയോഫേജിൻ്റെ പിക്ചർ നിങ്ങൾ കണ്ടു, അതിനകത്ത് ന്യൂക്ലിക് ആസിഡ് നോട്ട് ചെയ്തിട്ടുണ്ടാവും, ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഓരോന്നിലും ന്യൂക്ലിക് ആസിഡ് വരുന്നത്. ദെൻ ടൊബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നോർമലായിട്ട് വരുന്ന വൈറൽ ഡിസീസസ് ആണ്. വൈറൽ ഡിസീസസിന് എക്സാമ്പിളാണ് മംസ്, സ്മോൾ പോക്സ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ് ഒക്കെ. നിങ്ങൾക്ക് അറിയാം, HIV എന്ന് പറയുന്ന ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് എന്ന് പറയുന്ന വൈറസാണ് അതിൻ്റെ കോസിറ്റീവ് ഏജൻറ്റ് അല്ലെങ്കിൽ പാത്തോജൻ. അപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന വൈറൽ ഡിസീസസിന് എക്സാമ്പിളാണ് ഈ കാണുന്നതൊക്കെ. വൈറൽ ഡിസീസസ് ആർ ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് എന്ന് കൂടെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് വൈറൽ ഡിസീസിനെ ഡിഫിക്കൽട്ടാണ്, ട്രീറ്റ് ചെയ്ത് മാറ്റാൻ ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നത് ചോദിച്ചാൽ, വൈറസിന് പെട്ടെന്ന് ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ വരും. ഇപ്പം നമ്മൾ കോവിഡിൻ്റെ കേസിൽ തന്നെ ഇപ്പോൾ പുതിയൊരു കോവിഡ് വൈറസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് ജനറ്റിക് മെറ്റീരിയലിൽ ചേഞ്ച് വരുത്താൻ കഴിയുന്ന ഒരു ഓർഗാനിസമാണ് വൈറസസ്. ഇനി പ്ലാന്റ്സിൽ വൈറൽ ഡിസീസിൻ്റെ സിംറ്റംസ് ആണ് മൊസൈക്ക് ഫോമേഷൻ, ലീഫ് റോളിംഗ്, ലീഫ് കേളിംഗ്, യെല്ലോയിങ്, സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്നതൊക്കെ പ്ലാന്റ്സിൽ നോർമലായിട്ട് കാണുന്ന പ്ലാന്റ് വൈറൽ ഡിസീസിന് സിംറ്റംസ് ആയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പിക്ചർ NCERTയിലെ പിക്ചറാണ്. ആദ്യത്തേത് ടൊബാക്കോ മൊസൈക്ക് വൈറസ്, അതുപോലെ രണ്ടാമത്തേത് ബാക്ടീരിയോഫേജു ആണ്. ഇതിൽ ലാബിൽ ഇത് പോർഷൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ്. ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഒരു പ്ലാന്റ് വൈറസ് ആണ്. അതിലെ ജനറ്റിക് മെറ്റീരിയൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. അപ്പോൾ പ്ലാന്റ് വൈറസിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ TMV, ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന പോർഷൻ വൈറോയിഡ്സ് എന്നുള്ളൊരു പോർഷനാണ്, ഒരു ടേമാണ്, ഒരു ഓർഗാനിസാണ് വൈറോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പെക്യൂലിയാരിറ്റി. വളരെ കുറച്ച് കണ്ടൻറ്റ് മാത്രമേ അതിനെക്കുറിച്ച് പഠിക്കാനുള്ളൂ. അതിൻ്റെ ഡിസ്കവറി വന്നിട്ട് 1971 T.O. ഡൈനർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്, ഒരു മൈക്രോബയോളജിസ്റ്റാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോസറ്റീവ് ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പൊട്ടറ്റോയിൽ കാണുന്ന പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസിന് റെസ്പോൺസിബിളായ പാത്തോജൻ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു, പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഓക്കെ, ആൻഡ് ഹി അനലൈസ്ഡ് ദ പാത്തോജൻ ആൻഡ് ഫൗണ്ട് ദാറ്റ് ദിസ് പാത്തോജൻ ഇസ് സ്മോളർ ദാൻ വൈറസ്. വൈറസിനേക്കാളും ചെറുതാണ്. വൈറസിന് തന്നെ ഒരു സെല്ല് പോലും ഇല്ല, വൈറസിനേക്കാളും ചെറുതാണ്. പ്രോട്ടീൻ കോട്ടും ന്യൂക്ലിക് ആസിഡുമാണ് വൈറസിനുള്ളത്. പക്ഷേ ഈ പറയുന്ന വൈറോയിഡ്സിന് പ്രോട്ടീൻ കോട്ടില്ല, പകരം ഒരു ഫ്രീ RNA മാത്രമാണ് വൈറോയിഡ്സ്. ഓക്കെ, പൊട്ടറ്റോയിൽ കാണുന്ന ഡിസീസാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ദ കോസറ്റീവ് ഓർഗാനിസം ഈസ് വൈറോയിഡ്. ദെൻ വൈറോയിഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെയും പറയാം, വൈറോയിഡ്സ് ആർ ഇൻഫെക്ഷ്യസ് ന്യൂക്ലിക് ആസിഡ്സ്. ഓക്കെ, ഇൻഫെക്ഷ്യസ് ന്യൂക്ലിക് ആസിഡ്സ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രയോൺസ് എന്ന് പറയുന്ന ഓർഗാനിസംസ് ആണ്. പ്രയോൺസ് ആർ സ്മോളർ ദാൻ വൈറസസ് ആൻഡ് ഇറ്റ് ഈസ് നോർമലി എ ഫോൾഡഡ് പ്രോട്ടീൻ മാത്രമാണ്, പക്ഷേ ഇറ്റ് ഈസ് ഹൈലി ഇൻഫെക്ഷ്യസ്. ന്യൂക്ലിക് ആസിഡ് പോലും ഇല്ല, ഇൻഫെക്ഷ്യസ് ആയ പ്രോട്ടീൻസ് ആണ്. ദെൻ ഇറ്റ് കോസസ് സം ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഡിസീസസ്, നെർവിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഡിസീസസ് ആണ് സാധാരണ ഉണ്ടാക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്നുള്ള ഡിസീസ്, BSE, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. ഇതിനെ കോമൺ ആയിട്ട് മാഡ് കൗ ഡിസീസ് എന്നും പറയും. ഇത് കാറ്റിലാണ് കാണുന്നത്, മാഡ് കൗ ഡിസീസ്. ദെൻ ന്യൂറോളജിക്കൽ ഡിഫക്റ്റുകളാണ് ഉണ്ടാവുക. അതുപോലെ അതിൻ്റെ ഒരു ഹ്യൂമനിൽ അതിൻ്റെ ഒരു വേരിയൻ്റ് ആയിട്ട് CR ജേക്കബ് ഡിസീസ് എന്നുള്ളൊരു ഡിസീസ് കൂടെ ഉണ്ടാവാറുണ്ട്. ഇത് അതിന് അനലോഗസ് ആയിട്ടുള്ള, അതായത് മാഡ് കൗ ഡിസീസിന് അനലോഗസ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഹ്യൂമൻ ബീങ്സിൽ കാണുന്നത്.
പ്രയോൺസിനെ കുറിച്ച് കൊടുത്തിട്ടുള്ള അക്കൗണ്ട് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. വളരെ റെയർ ആയിട്ടുള്ള ഡിസീസ് ആണെങ്കിൽ കൂടി ഡിസീസ് പത്തറ്റിക് ആണ്, ഭയങ്കര സീരിയസ് ആയൊരു ഡിസീസാണ്. ബ്രെയിനിലൊക്കെ ഇത് ഇൻഫെക്റ്റഡ് ആയ ഏരിയയിൽ ബ്രെയിനിലൊക്കെ പോസ് ക്രിയേറ്റ് ചെയ്യും, ചെറിയ പോസ്, എന്നിട്ടൊരു സ്പോഞ്ചി അപ്പിയറൻസ് വരികയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ആ പേര് വന്നത്, സ്പോഞ്ചി അപ്പിയറൻസ് ആണ് വരിക. അങ്ങനെ തന്നെ ആ ഓർഗാനിസത്തിൻ്റെ ആയിട്ട് എൻഡ് ഇൻ ദ ഡെത്ത് ഓഫ് ദ ഓർഗാനിസം, അൾട്ടിമേറ്റ്ലി ദ ഡെത്ത് ഓഫ് ദ ഓർഗാനിസം. മാഡ് കൗ ഡിസീസ് വന്നൊരു കാറ്റിലിൻ്റെ പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആയൊരു ഡിസീസാണ്. ആനിമൽ പ്രയോൺ ഡിസീസസും ഹ്യൂമൻ പ്രയോൺ ഡിസീസസും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കാറ്റിൽസിൽ മാഡ് കൗ ഡിസീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹ്യൂമൻസിൽ ക്രുവെറ്റ്സ് ഫെൽറ്റ് ജേക്കബ് ഡിസീസ് അല്ലെങ്കിൽ CR ജേക്കബ് ഡിസീസ് എന്നൊക്കെ പറയാം. ക്രുവെറ്റ്സ് ഫെൽറ്റ് ജേക്കബ് ഡിസീസ്, ഓക്കെ, അതിൻ്റെ അനലോഗസ് ടു ദ മാഡ് കൗ ഡിസീസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കാണുന്നതൊക്കെ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇനി ലാസ്റ്റ് പോർഷൻ ഡിസ്കസ് ചെയ്യാനുള്ളത് ലൈക്കൻസ് ആണ്. ലൈക്കൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് ദ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗി ആൻഡ് ഫംജൈ. പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ്. ഏതൊക്കെയാണ് അതിനകത്ത് വരുന്ന കമ്പോണൻസ്, എന്തൊക്കെയാണ് അതിൻ്റെ പേരുകൾ, ഫങ്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ലാസ്റ്റ് പോർഷൻ NCERTയുടെ ലാസ്റ്റ് പോർഷൻ ഒന്ന് വായിച്ച് നോട്ടാക്കി വെക്കുക. ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.